ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഈ ആഴ്ചയിലെ മുഴുവൻ കഥയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മനസ്സിനെയാണെങ്കിൽ ആ വലിയ രഹസ്യം മനസ്സിലിട്ടിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രചനക്ക് മനസ്സിലായി ആ ഡോക്ടറും മനസ്സിനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ രചന മനസ്സിനെ വിളിക്കുകയാണ്. ഹലോ മനസ്സിനി അമ്മ ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ വീട്ടിലുണ്ട്. എന്താ രചന? എനിക്ക് മനസ്സിനി അമ്മേനെ ഒന്ന് കാണണമായിരുന്നല്ലോ. എന്തു പറ്റി രചന? എന്തൊരു പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിനി അമ്മേനെ കാണാൻ പറ്റുള്ളൂ എന്നുണ്ടോ? എനിക്കൊന്ന് കാണണമെന്നുണ്ട്. മനസ്സിനെ നമ്മുടെ ബീച്ച് റോഡിലേക്കൊന്ന് വരാവോ? ആ ശരി രചന എന്ന് പറയണം. ശേഷം മനസ്സിന് മനസ്സിൽ വിചാരിക്കണം, ഓ ഇനി അവൾ എന്തിനാണാവോ വിളിക്കണത്. എന്തായാലും പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മനസ്സിനി അമ്മ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുവാട്ടോ. നേരെ ബീച്ച് റോഡിലേക്ക് പോകുമ്പോ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് രചന. രചനയുടെ അടുത്തേക്ക് ഓടിപ്പോവാണ് മനസ്സിന്. ശേഷം ചോദിക്കുന്നുണ്ട്, എന്താ എന്താ രചന അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്തൊരു പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, എനിക്ക് മനസ്സിനി അമ്മയുടെ ഒരു സഹായം വേണം, അതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയണേ. എന്റെ സഹായമോ? ഞാൻ എന്ത് സഹായം ചെയ്യാനായിട്ടാണ് എന്ന് ചോദിക്കുമ്പോ, വേറൊന്നുമല്ല, എനിക്ക് ഒരു ഡോക്ടറെ കാണാൻ ഒരു ആഗ്രഹമുണ്ട്. ആ ഡോക്ടറെ ഒന്ന് മനസ്സിനൊക്കെ പരിചയമുള്ള ഡോക്ടറാണ്. അവരെ എനിക്കൊന്ന് മുട്ടിച്ചു തരാണെങ്കിൽ എനിക്ക് പരിചയപ്പെടാലോ പെട്ടെന്ന്. ഏത് ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ ദേവിക എന്ന് പറയുമ്പോഴേക്കും മനസ്സിനെ ആകെ നെട്ടി ഇങ്ങനെ ഷോക്കായി നിൽക്കുക കേട്ടോ. എന്താ ആ പേര് കേട്ടപ്പോഴേക്കും ആകെ ഷോക്കായാലും മനസ്സിന്റെ മുഖമൊക്കെ ആകെ മാറിയല്ലോ. എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോ, ആ ഡോക്ടറെ എനിക്ക് പരിചയമില്ല. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മോന്റെ ജീവിതം രക്ഷിച്ചത് ആ ഡോക്ടറാണല്ലോ. ഇഷിതൊക്കെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞതേ ആ ഡോക്ടറാണല്ലോ. അങ്ങനെയുള്ള പരിചയം മാത്രമല്ല, അല്ലാതെ എനിക്ക് വേറെ പരിചയമൊന്നും ഇല്ല എന്ന് പറയാണ്. മനസ്സിനും അങ്ങനെ പറഞ്ഞിട്ട് പോവല്ലേ. ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് ഈ രചന മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. രചന വിചാരിച്ചാൽ പെട്ടെന്ന് സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് മനസ്സിനിയമ്മക്ക് അറിയാലോ. അതുകൊണ്ട് എന്നെ കൊണ്ട് ഒരുപാട് അങ്ങോട്ട് ചുറ്റിക്കാണ്ട് കാര്യം പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ലത്. എന്താ കാര്യം മനസ്സിനിയമ്മ? സത്യം പറയാന്ന് ചോദിക്കുമ്പോൾ, ഒരു കാര്യമില്ല, വെറുതെ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുക. അങ്ങനെ ഒരു രഹസ്യം എന്റെ മനസ്സിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിനി അവിടെ നിന്ന് പോവാട്ടോ. രചന മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തോ വലിയ കള്ളത്തരം അവരുടെ മനസ്സിലുണ്ട്, കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് രചനയും പോകുന്നുണ്ട്. ശേഷം വീട്ടിലെത്തുമ്പോ തന്നെ മാധവ് ചോദിക്കുന്നുണ്ട്, അമ്മ ഇത് എവിടെ പോയതാ? ഞാൻ പുറത്തു വരുന്നു പോയതാണ്. എന്താടാ? അല്ല, ഡോക്ടർ ദേവികനെ കാണാൻ പോയതാണോ? ഇതെന്തൊരു കഷ്ടമായത്. ഡോക്ടർ ദേവിക ദേവിക ദേവിക, ഇപ്പൊ എല്ലാരും ആ ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ എന്നോട് ചോദിക്കണത്. ഓഹോ, അപ്പൊ ഞാനല്ലാതെ വേറെ ആരെങ്കിലും അമ്മയെടുത്ത് അതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടോ? അപ്പോഴേക്കും മനസ്സിന് വേറെ ആരും ചോദിക്കണമെന്നില്ല, നീ തന്നെയാ ചോദിച്ചതെന്ന് പറയുമ്പോ, അല്ല എല്ലാരും ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. അമ്മ എന്തൊക്കെയോ മറക്കുന്നുണ്ടല്ലോ അമ്മ. എന്തിനാ അമ്മ ഇങ്ങനെ കള്ളത്തരം പറയണതും കാണിക്കണതും? എന്തിനുണ്ടെങ്കിൽ തുറന്നു പറ. ഒരു കള്ളത്തരവുമില്ല, ഒന്നും പറയാനുമില്ല. നീ നിന്റെ പണി നോക്കി പൊയ്ക്കേ എന്ന് പറയാണ്. ഞാൻ കണ്ടുപിടിച്ചോളാമേ എന്ന് മാധവും പറയുന്നുണ്ട്. മനസ്സിനെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കാട്ടോ. അതേസമയം ചിപ്പിയുടെ ഏനക്കിടക മാറിയതുകൊണ്ട് ഇഷിതെടുത്തും മഹേഷിനടുത്തും അടുത്ത ദിവസം തന്നെ ടൂറ് പോകണമെന്ന് പറയാണ് നമ്മുടെ സ്വപ്നുവല്ലിയും അതുപോലെ തന്നെ രാമനാഥനും കൂടിയിട്ട്. അപ്പൊ ഇഷിതയും മഹേഷും അത് ഓക്കെ പറയുന്നുണ്ട്. പക്ഷെ 5 ദിവസത്തേക്കൊന്നുമല്ല, വെറും 3 ദിവസത്തേക്ക് പോയി വരാന്ന് പറയാണ്. വെള്ളി ശനി ഞായർ മാത്രം ഈ ദിവസത്തേക്ക് പോയി വരാന്ന് പറയാണ്. ശരി, 3 ദിവസമെങ്കിലും 3 ദിവസം മക്കള് പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കണം പെട്ടെന്ന് തന്നെ മഞ്ജിമ രചനയുടെ ഫോണിലേക്ക് വിളിക്കാട്ടോ. ഹലോ രചന. മഞ്ജിമ. എന്താ മഞ്ജിമ, അവിടെ വലിയ ന്യൂസും ഉണ്ടോ? പിന്നെ ന്യൂസ് ഉള്ളത് കൊണ്ടല്ലേ ഞാൻ വിളിച്ചത്. എന്താ എന്താ അവിടുത്തെ പുതിയ വിശേഷം? ഇവിടെ മരുമകളായ ഇഷിതേനെയും മകനായ മഹേഷിനെയും അമ്മായിയമ്മയും അമ്മായിയമ്മയും അമ്മായച്ചനും കൂടി ചേർന്നിട്ടേ ദേ ടൂറ് പറഞ്ഞേക്കാൻ പോവാ. വീണ്ടും 3 ദിവസത്തേക്ക്. അവരാണെങ്കിൽ ഇവിടെ തുള്ളിച്ചാടുവാണ്. എന്താ സന്തോഷമെന്നറിയാവോ? ഈ പ്രാവശ്യം ചിപ്പിനെ കൊണ്ടുപോണില്ല. രചനക്ക് മനസ്സിലായോ അവരെന്തിനാ പോണെന്ന്? മനസ്സിലായി, എനിക്ക് എന്നാ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് രചന ഫോൺ കട്ടയാണ്. ശേഷം അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അവരുടെ ടൂറ് എങ്ങനെയെങ്കിലൊക്കെ മുടക്കിയേ പറ്റൂ എന്ന് ആലോചിച്ച് കൂട്ടുന്ന രചന രാത്രി മുഴുവൻ ആലോചിക്കുക കേട്ടോ. ആ സമയത്തൊക്കെ ആകാശം ഒന്ന് ചോദിക്കണ്ടേ, എന്താ രചന നിനക്ക് ആകെ ഒരേ ആലോചനയാണല്ലോ, എന്തു പറ്റി? ഒന്നുമില്ല എന്ന് പറയണം. എങ്ങനെ മഹേഷിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു കയറാമെന്നെങ്ങാനും ആലോചിക്കുകയാണോ? ആകാശ് പ്ലീസ് എന്നൊന്ന് വെറുതെ വിട്, ഞാൻ കുറച്ചിരുന്ന് സമാധാനമായിട്ട് ഇരുന്നോട്ടെ എന്ന് രചന പറയുന്നുണ്ട്. ശേഷം ഇങ്ങനെ ആലോചിച്ച് അവസാനം രചന തന്റെ കൂട്ടുകാരിനെ വിളിക്കുകയാണ്. ഹലോ, എന്താടി കുറെ വർഷമായാലും നീ വിളിച്ചിട്ട്? എടി അതൊക്കെ പിന്നെ പറയാം, എനിക്ക് നിന്റെ സഹായം ഒന്ന് വേണം. എന്താടി എന്താണെങ്കിലും പറഞ്ഞോ. എടി എന്റെ പഴയ ഭർത്താവ് മഹേഷിനെ നിനക്ക് അറിയാലോ? അറിയാം. എന്താടി? അല്ല, അവൻ വേറെ കല്യാണം കഴിച്ചു, അതൊക്കെ എനിക്ക് അറിയാം. അല്ല, അവളും അവനും ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല. നീ എന്തൊക്കെയാ പറഞ്ഞത്? അവരൊന്നിച്ച് ജീവിക്കാൻ പാടുണ്ടോ പാടില്ലെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. എടി അവരിതുവരെയായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരുമിച്ച് ജീവിക്കാൻ പോവാ. എനിക്ക് മഹേഷിനെ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ലടി. രചന നീ എന്തൊക്കെയാ പറഞ്ഞത്? നീ വീണ്ടും മഹേഷിനെ സ്നേഹിക്കുന്നുണ്ടോ?
അതേടി, എനിക്ക് മഹേഷ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. മഹേഷിന്റെ നന്മ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കണത്. എനിക്ക് മഹേഷിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു കയറണോടി. അതിന് ഇഷിതയാണ് എല്ലാത്തിനും കാരണം. അത് രണ്ടുപേരും കൂടി ഇപ്പൊ ഒരു ഹണിമൂൺ ട്രിപ്പ് പോവാ. മാസങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട്, 8-9 മാസമായി. അവരിപ്പോഴും ഹണിമൂണിന് പോകാൻ പോണത്. ആ ഹണിമൂൺ ട്രിപ്പ് എങ്ങനെയെങ്കിലും മുടക്കണം. നീ എന്നെ സഹായിക്കണോടി. നീ എന്നെ സഹായിക്കണമെങ്കിൽ എന്ത് സഹായം വേണമെങ്കിൽ ഞാൻ നിനക്ക് ചെയ്തു തരാം എന്ന് പറയാണ്. ശരി, ഞാൻ ആലോചിക്കട്ടേടി എന്ന് കൂട്ടുകാരി പറയണ്ട്. ശേഷം കൂട്ടുകാരി മഹേഷിന്റെ വണ്ടിയിൽ എന്തോ തരികിട പരിപാടി ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രചനനെ വിളിക്കുന്നുണ്ട്. ഹലോ രചന, എന്താ നീ എന്തിനും ചെയ്തോ? പിന്നെ തീർച്ചയായിട്ടും ചെയ്ത്. ഇഷിതേ മഹേഷൻ ടൂറ് പോവാതെ മുടക്കിയാ പോരും നിനക്ക്. ആ അത് മതി. അതിനെ വേണ്ടിട്ടെ മഹേഷിന് ഒരു അപകടം പറ്റി മഹേഷ് കിടക്കാൻ പോവാ. നീ എന്തൊക്കെയാണ് പറഞ്ഞത്? മഹേഷിന് അപകടം പറ്റാൻ പോകണം? അതേടി, ചെറിയ നമ്പറാണ്, പഴയ നമ്പറാണ്. മഹേഷിന്റെ കാറിന്റെ ബ്രേക്ക് അങ്ങോട്ട് കളഞ്ഞു. ഞാൻ ആളെ വിട്ട് ചെയ്യിപ്പിച്ചതാണ് നിനക്ക് വേണ്ടി. നീ എന്തൊക്കെയാണ് പറഞ്ഞത്? മഹേഷ് ഈ സമയത്ത് ഓഫീസിൽ പോകാൻ സമയമായി. മഹേഷ് ഇപ്പൊ ഇറങ്ങിക്കാണും. ആ കാറായിട്ട് പോയി കഴിഞ്ഞാൽ മഹേഷ് എവിടെയെങ്കിലും ഹൈവേ വെച്ചിട്ടെങ്ങാനും എന്തൊരു അപകടം പറ്റി മഹേഷിന് പറ്റിയാലോ? നീ എന്ത് പണിയാ കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് രചന അപ്പൊ തന്നെ കാർ എടുക്കാണ്. ആ കാറിന്റെ കൂടെ തന്നെ കൂട്ടുകാരിയും കയറുന്നുണ്ട്. രണ്ടുപേരും പാഞ്ഞു പോവാണ്. മഹേഷ് പോകുന്ന വഴി കൂടി പാഞ്ഞു പോവാണ്. മഹേഷ് ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് കിട്ടുന്നില്ല. മഹേഷ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി തിരിക്കുന്നുണ്ടെങ്കിലും ബ്രേക്ക് കിട്ടുന്നില്ല കേട്ടോ. മഹേഷ് പെട്ടെന്ന് തന്നെ വണ്ടി ഏതെങ്കിലും മൂലക്ക് ഇടാൻ നോക്കും. കാരണം വേറെ വണ്ടിയായിട്ട് ഇടിച്ച് ആ വണ്ടിക്കാരന് പ്രശ്നം ഉണ്ടാവണ്ടല്ലോ. അതുകൊണ്ട് മഹേഷ് സൈഡ് ഒതുക്കാന്ന് വെച്ച് സൈഡ് ഒതുക്കുമ്പോഴേക്കും പെട്ടെന്ന് ചാടി പെട്ടെന്ന് വണ്ടി ഒരു മതിലിൽ എന്തോ പിടിച്ചിടിക്കുകയാണ്. മഹേഷിന്റെ തലയൊക്കെ അവിടെ ഗ്ലാസ്സിൽ മുട്ടി പൊട്ടുന്നുണ്ട്. പെട്ടെന്നാണ് രചന അതുപോലെ തന്നെ കൂട്ടുകാരിയും ആ വഴി വരുമ്പോൾ ആ കാഴ്ച കാണുന്നത്. അത് കാണുന്ന രചന ഓടി മഹേഷിന്റെ അടുത്തേക്ക് പോകാൻ പോകുമ്പോൾ കൂട്ടുകാരി പിടിച്ചു വലിക്കുകയാണ് രചനനെ. വേണ്ട രചന, നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, എല്ലാരും നിന്നെ സംശയിക്കും. കറക്റ്റ് സമയത്ത് നീ അങ്ങനെ എവിടെ എത്തി? അങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. രചന നീ ഇപ്പൊ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരി രചനയെ പിടിച്ചു വലിച്ച് കാറിലേക്ക് കയറ്റുവാട്ടോ. മഹേഷ് ഈശ്വര, മഹേഷിന് എന്ത് പറ്റിയിട്ടാണ്? മഹേഷിന്റെ ജീവൻ എന്തിനും പറ്റിക്കാണോ? നീ ഇപ്പൊ നേരം അങ്ങോട്ട് പോകണ്ട. ഇപ്പൊ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരാരെങ്കിലും മഹേഷിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചോളും. നീ പോയാലും ഹോസ്പിറ്റലിൽ എത്തും. പക്ഷെ മഹേഷിന് അപകടം പറ്റുന്ന സമയത്ത് തന്നെ നീ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി? അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അയാളുടെ ഭാര്യ ഒരു ഡോക്ടറാണല്ലോ. അതുകൊണ്ട് അവരിനെ നോക്കിക്കോളും. നീ ഇപ്പൊ അതിലേക്കൂടെ ഒന്നും ചെയ്യണ്ട. എന്നാലും എന്റെ മഹേഷിനെ നഷ്ടപ്പെടുത്തി എന്തിനാണ് നീ എനിക്ക് ഇങ്ങനെ ചെയ്തത്? എടി നീയല്ലേ പറഞ്ഞ അവരെ യാത്ര മുടക്കണമെന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അല്ല, ബെസ്റ്റ് ഐഡിയ, നീ ഒന്ന് പോടി എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനെ ആട്ടി അയക്കാണ് രചന. ശേഷം ഇങ്ങനെ ആലോചിക്കാട്ടോ, ഈശ്വര എന്റെ മഹേഷിന് ഇതിന് പറ്റി കാണുമായിരിക്കോ? ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? മഹേഷിനൊന്ന് ഹോസ്പിറ്റലിൽ പോയി കാണണമെന്നുണ്ട്. പക്ഷെ കാണാനും പറ്റാത്തൊരു അവസ്ഥയാണല്ലോ. മഹേഷിനെ ഏത് ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയിട്ടുണ്ടാവാ. ഏത് ഹോസ്പിറ്റലാണെങ്കിലും അവിടെയും വരെ പോയി അന്വേഷിക്കാമെങ്കിൽ നല്ലതായിരുന്നു. ഈ വിവരം ആദ്യം എങ്ങനെ അറിയുകയാണെങ്കിൽ ആ പേരും പറഞ്ഞ് മഹേഷിനെ ഹോസ്പിറ്റലിൽ പോയി കാണായിരുന്നു. ആരും ഇതുവരെ ആദിനെ വിളിച്ചു പറഞ്ഞില്ലല്ലോ എന്നൊക്കെ രജനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ശേഷം ആദി വരുമ്പോഴേക്കും ആദിനോട് ചോദിക്കണ്ട്, മോനെ ആദി, നിന്നെ ചിപ്പി അങ്ങനെ വിളിച്ചായിരുന്നോ? ഇല്ല, ഞാൻ ചിപ്പിനെ കണ്ടിട്ടല്ലേ സ്കൂളിൽ നിന്ന് ഇറങ്ങിയത്. അതെയോ, മഹേഷ് ഇഷിത ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഇല്ല. മമ്മിക്ക് ഇതെന്തു പറ്റി? അവരെന്നെ എപ്പോഴും വിളിക്കാറൊന്നുമില്ലല്ലോ, ഞാൻ അങ്ങോട്ടേക്കല്ലേ വിളിക്കണത്. ഓ അതെയല്ലേ. അല്ല എന്താ മമ്മി ആകെ പേടിച്ച് വിഷമിച്ചിരിക്കുന്ന പോലെ. ഒന്നുമില്ല മോനെ എന്ന് പറയുന്നുണ്ട്. രചനക്കാണെങ്കിൽ ഒരു സമാധാനമില്ല. മഹേഷിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള ഭാഗങ്ങളിൽ കാണാൻ പോകുന്നത്. എന്തായാലും അടിപൊളി പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.